ഈ സമുദായ സംഘടനകൾ, പ്രത്യേകിച്ച് ഈ ഷജറ എന്നൊക്കെ പറയുന്ന വിഭാഗക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് കാശ് വരുമ്പോഴാണ്. ഇത്ര വലിയ പൊട്ടൻ നീയല്ലാതെ ഈ ലോകത്ത് വേറെ ആരില്ല. കാരണം ഇത് ഞങ്ങൾ പോക്കറ്റിലേക്ക് വരുന്ന കാശല്ല അനിലെ, ഇത് സമസ്തയുടെ ഫണ്ടിലേക്ക് വരുന്ന കാശാണ്. ഇത് എന്തിനുള്ള കാശാണെന്നറിയോ? വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാക്കാനുള്ള കാശാണ്. ഇത് പാവപ്പെട്ട രോഗികളെ പരിചരിക്കാനുള്ള കാശാണ്. മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ വീട്ടിലും അതുപോലെ ഹോസ്പിറ്റലുകളിലും കഴിയുന്നവർക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കാനുള്ള കാശാണ്. പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള കാശാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള കാശാണ്. ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങൾ ചിരിക്കും, ഞങ്ങൾ ആഹ്ലാദം പ്രകടിപ്പിക്കും. അത് മുടക്കാൻ ശ്രമിച്ചവരിവിടെ ഉണ്ടായതുകൊണ്ട് നിന്നെ പോലത്തെ ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെ തന്തയില്ലാത്ത ആളുകൾ ഇതിനു വേണ്ടി പണിയെടുത്തതിൻ്റെ പേരിൽ ഒരു നയാ കാശ് കുറഞ്ഞില്ല എന്ന് മാത്രമല്ല ഇരട്ടി വർദ്ധിച്ചു എന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. നിൻ്റെ ഈ ഇളി കൊണ്ടൊന്നും അതിനെ മായ്ക്കാനോ മറച്ചു വെക്കാനോ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഈ എല്ലാ സമുദായ സംഘടനകളിലും തോന്നിയാസം അവസാനിക്കണമെങ്കിൽ ഈ ഇന്ധന ടാപ്പ് പൂട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. അത് പൂട്ടിയാൽ ഇതെല്ലാം തീരുമെന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു. ഇപ്പോൾ ഇവർ പറയുന്നില്ലേ 33 കോടി ആയെന്നൊക്കെ. അന്ന് ജിഫ്രി തങ്ങൾ എപ്പോഴാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതെന്നറിയാമോ? ഈ ആഹ്വാനം ചെയ്തിട്ട് തുക ഇങ്ങോട്ട് വരുന്നില്ല, 2 കോടി 3 കോടിയിലൊക്കെ കിടന്ന് കറങ്ങുക. അപ്പോൾ ആ കറങ്ങുന്നതിൻ്റെ കാര്യം എന്താ? മുസ്ലിം ലീഗുകാർ ബ്രേക്കിൻ്റെ പുറത്തങ്ങ് ചവിട്ടി. എന്നിട്ട് അവർ ബ്രേക്കിൻ്റെ പുറത്തങ്ങ് ചവിട്ടിയപ്പോൾ കാശ് അവിടെ നിന്നു എന്നാണ് പറയുന്നത്. ഏതൊരു ഫണ്ട് തുടങ്ങുമ്പോൾ അത് മെല്ലെ മെല്ലെ തുടങ്ങി പിന്നീട് സ്പീഡാവുകയാണ് ചെയ്യുക. ഈ ബ്രേക്കിൽ നിന്ന് കാല് എടുത്ത ആക്സിലേറ്റർ കൊടുത്ത ഒരു സംവിധാനമുണ്ട്, ഇംദാദ്. ആ ആപ്പ് തുറന്നിട്ട് നിങ്ങളൊന്ന് നോക്ക്, എത്ര ആയി? 1 കോടി കഴിഞ്ഞിട്ടില്ല. എന്താണ് അവിടെ? ആക്സിലേറ്റർ ശരിക്കും വർക്ക് ചെയ്യണില്ലേ? അതോ ആക്സിലേറ്റർ ആണെന്ന് കരുതിയിട്ട് കുഞ്ഞാലിക്കുട്ടിയും ടീമും ബ്രേക്കുമേലാണോ കാല് വെച്ചിരിക്കുന്നത്? എങ്കിൽ അനിൽ പോയിട്ടൊന്ന് പറയണം, ആ കാലൊന്ന് മാറ്റി ചവിട്ടാൻ. നിങ്ങൾ പറഞ്ഞാലേ നടക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞപ്പോഴാണല്ലോ തഹിയപ്പോൾ പിന്നെ ആക്സിലേറ്റർ കൊടുത്തത് ബ്രേക്കുമെന്ന് കാലെടുത്തിട്ട്. എന്തൊക്കെ വിഡ്ഢിത്തമാണ് അനിലെ പറയുന്നത്. അങ്ങനെ ബ്രേക്കുമെന്ന് കാലെടുക്കുകയാണെങ്കിൽ ആദ്യം ബ്രേക്കുമെന്ന് കാലെടുക്കണമെങ്കിൽ ഇംദാദിൻ്റെ ബ്രേക്കുമെന്നൊന്ന് കാലെടുക്കാൻ പറയും. കാരണം അതിലേക്ക് ഫണ്ട് കൊടുക്കാൻ പറയും. അതിലേക്ക് ഫണ്ട് കൊടുക്കണം, അതൊക്കെ വിജയിക്കണം. അത് തന്നെയാണ് നമ്മുടെ താല്പര്യം. പക്ഷെ പൊട്ടത്തിനും പോയത്തും പറയുന്നതിന് എന്തെങ്കിലും ഒരു അതിര് വേണ്ടേ? പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ? മുട്ട തൈലം വാങ്ങിത്തെ ചോളീൻ, വേഗം വേദനകൾ മാറും കേട്ടോളീൻ. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ? മുട്ട തൈലം വാങ്ങിത്തെ ചോളീൻ, വേഗം വേദനകൾ മാറും കേട്ടോളീൻ.